നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിൽ. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെയാണ് കർണാടക പോലീസ് ട്രെയിൻ യാത്രയ്ക്കിടെ കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്തത്. കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്നും ഇനി ശീതള പാനീയവും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള മുളിയാറിലെ കാസർഗോഡ് കാഷ്യൂ എസ്റ്റേറ്റിൽ പുതുതായി നിർമ്മിച്ച യന്ത്രവൽകൃത ഫാക്ടറി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങിയ മേഖലകളിലും സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ടാണ് ദേശീയപാത അതോറിറ്റിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് KCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. പാണത്തൂർ പുല്ലെടുക്കത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷണം പോയി. മീനാക്ഷി ശ്രീധരന്റെ വീട്ടിലെ പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്ന 250ഓളം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. പുകപ്പുര കത്തി നശിച്ച നിലയിൽ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം കാസർഗോട്ട് നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കമ്മീഷനെ നിയമിച്ചതിന് സർക്കാരിനെ അഭിനന്ദിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദന ജാഥ നടത്തി. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിൽ. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെയാണ് കർണാടക പോലീസ് ട്രെയിൻ യാത്രയ്ക്കിടെ കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി. മംഗളൂരുവിൽ കങ്കനാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ റെയിൽവേ പോലീസിന്റെയും RPFന്റെയും ഇടപെടലിനെ തുടർന്നാണ് കുട്ടിയെ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്താനായത്. നാഗർകോവിലിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിധാം എക്സ്പ്രസിൽ വെച്ചാണ് എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെന്ന വിവരം മറ്റ് യാത്രക്കാരാണ് അധികൃതരെ അറിയിച്ചത്. കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടെ കങ്കനാടി പോലീസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് മടങ്ങുകയായിരുന്നു അനീഷ് കുമാർ. മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി തന്റെ കയ്യിൽ പിടിച്ചെന്നും തനിക്ക് പെൺകുട്ടിയില്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്നുമാണ് റെയിൽവേ പോലീസിനോട് ഇയാൾ പറഞ്ഞത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി. റെയിൽവേ പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് കുട്ടിയെ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്താനായതിന്റെ സന്തോഷത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്നും ഇനി ശീതള പാനീയവും. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ കീഴിലുള്ള മുളിയാറിലെ കാസർഗോഡ് കാഷ്യൂ എസ്റ്റേറ്റ് പുതുതായി നിർമ്മിച്ച കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്നും കാർബണേറ്റഡ് പാനീയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്രവൽകൃത ഫാക്ടറി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഏറ്റവും വലിയ കാർഷിക സംരംഭമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ കീഴിലുള്ള മുളിയാറിലെ കാസർഗോഡ് കാഷ്യൂ എസ്റ്റേറ്റിൽ പുതുതായി നിർമ്മിച്ച കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്ന് കാർബണേറ്റഡ് പാനീയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്രവൽകൃത ഫാക്ടറി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ഥാപനം അല്പം പോലും കാലിടറുന്നില്ല എന്ന് നമ്മൾ തന്നെയാണ് അതിൻ്റെ കൂടെ നിന്ന് അതിനെ നോക്കിക്കൊണ്ട് പോകേണ്ടത്. ബാക്കി എല്ലാ തർക്കങ്ങളും നമുക്ക് പുറത്ത് നടത്താം. പക്ഷേ ഇത് വരുമ്പോൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും നിലനിൽപ്പുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മന്ത്രിയൊക്കെ ഒരു 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം പോകും. മന്ത്രിയും MLAയും ചെയർമാനും എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു ചെറിയ നേരത്തേക്ക് മാത്രം അന്ന് കയറുന്നവരാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ജീവനക്കാർ ഇനിയും എത്രയോ കാലം ഈ സ്ഥാപനത്തിൽ നിൽക്കേണ്ടവരാണ്. ജീവിതം അത്രയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടവരാണ്. ഞങ്ങൾ കാണിക്കുന്നതിന് അപ്പുറത്തെ താല്പര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടേതാണ് ഈ സ്ഥാപനം, ഞങ്ങളുടെയാണ് ഈ സ്ഥാപനം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം എന്ന് കരുതിയാൽ നമുക്ക് ഈ സ്ഥാപനത്തെ ഇനി ആര് വിചാരിച്ചില്ലെങ്കിലും, മന്ത്രി വിചാരിച്ചില്ലെങ്കിലും നിങ്ങൾക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി, വാർഡ് മെമ്പർ റെയ്സ റാഷിദ്, PCK ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KS കുര്യാക്കോസ്, പ്രൊഫസർ K മോഹൻകുമാർ, ജോയിസ് സെബാസ്റ്റ്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CP ബാബു, M മാധവൻ, P ജയകൃഷ്ണൻ മാസ്റ്റർ, അബ്ദുൾ ഖാദർ കേളോട്ട്, KB മുഹമ്മദ് കുഞ്ഞി, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളായ KA വിജയൻ, K സുരേന്ദ്രൻ, TR വിജയൻ,
തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ PG മോഹന, TP ഷീബ, BC കുമാരൻ എന്നിവർ സംസാരിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ചെയർമാൻ OP അബ്ദുൾ സലാം സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങിയ മേഖലകളിലും സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ടാണ് ദേശീയപാത അതോറിറ്റിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് KCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളക്ടർ ദേശീയപാത അതോറിറ്റി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടറുടെ അടിയന്തര ഇടപെടൽ. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ ഭീതിയോടെയാണ് 500ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. ഏതു സമയത്തും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ് പ്രദേശത്ത് കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. കർണാടകയിലെ ഷിരൂർ ദുരന്തത്തിന്റെയും വയനാട് മുണ്ടക്കയം ചൂരൽമല ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേവിഞ്ച, തെക്കിൽ വീരമലക്കുന്ന്, മട്ടലായി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സംഭവത്തിൽ വിദഗ്ധരുടെ ശാസ്ത്രീയ പഠനം നടത്താനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിക്ക് കളക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാണത്തൂർ പുല്ലെടുക്കത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷണം പോയി. മീനാക്ഷി ശ്രീധരന്റെ വീട്ടിലെ പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്ന 250ഓളം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. പുകപ്പുര കത്തിനശിച്ച നിലയിലാണുള്ളത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. പാണത്തൂർ പുല്ലെടുക്കം സ്വദേശിനിയായ മീനാക്ഷി ശ്രീധരന്റെ വീട്ടിലെ പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്ന 250ഓളം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. ഇതിനു പുറമെ പുകപ്പുര കത്തിനശിച്ച നിലയിലുമാണ്. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് പുകപ്പുര കത്തിനശിച്ചത് മീനാക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് രാത്രി നമ്മൾ 12 മണി വരെ 12:30 1 മണിക്കുള്ളിൽ ഉറങ്ങി. അത്രയും സമയം ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ രാവിലെ 7 മണിക്ക് എണീറ്റ് നോക്കുമ്പോൾ നമ്മൾ വീട് ഫുള്ള്, അടുക്കള ഭാഗത്ത് ഫുള്ള് ചൂട്. അങ്ങനെ ഞങ്ങൾ കയറി വന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫുള്ള് തീ ആളിക്കത്തുന്നുണ്ട്. അങ്ങനെ ഞാനും മോളും വന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് തീ കെടുത്തിയത്. അപ്പോൾ നോക്കുമ്പോൾ ഷീറ്റ് കത്തിയതല്ല. ഷീറ്റ് ഇതിനകത്ത് കത്തിയില്ലെങ്കിൽ നമുക്ക് മണമടിക്കും. റബ്ബറിൻ്റെ മണം ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരും. റബ്ബറിൻ്റെ മണം വരുന്നില്ല, ചൂട് കൊണ്ട് ഇങ്ങനെ ആവി ഇങ്ങനെ പുക വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തീ കത്തുന്നത്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തീ കെടുത്തിട്ട് കുറച്ച് സമയം ആലോചിച്ചു. ഫുൾ ടെൻഷനായി. ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ ഒരുപാട് ഷീറ്റുകളെല്ലാം കാണാതെ ഒരു 2 കിന്തലിലും മീത്ത ഷീറ്റ് വരും. അത് കാണാതെ വിഷമമായി. പിന്നെ കുറച്ച് താപ്പിൻകാരനെയൊക്കെ വിളിച്ച് സംസാരിച്ച് കാണിച്ച് നോക്കിയിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ തീരുമാനം എടുത്ത് ഒരു പരാതി കൊടുക്കണം. ഇതുപോലെ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ലല്ലോ. പക്ഷെ ഭിത്തി എല്ലാം പൊട്ടി. ഇപ്പം മനുഷ്യർ തന്നെ നമ്മൾ തീരാത്തത് ഭാഗ്യമെന്ന് പറയാം, വീട് പൊട്ടിയിട്ട് വെച്ചിട്ട്. ഒറ്റ രാത്രി കൊണ്ട് ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് മീനാക്ഷി ശ്രീധരനും കുടുംബത്തിനും സംഭവിച്ചത്. സംഭവത്തിൽ രാജപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. റബ്ബർ ഷീറ്റിന് വില വർദ്ധിച്ചതോടെ പലയിടങ്ങളിലും മോഷണം വ്യാപകമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം കാസർഗോട്ട് നടന്നു. ചെങ്കള റഹ്മത്ത് നഗർ MAH ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം കാസർഗോട്ട് നടന്നു. ചെങ്കള റഹ്മത്ത് MAH ഹാളിൽ നടന്ന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, അത് ഏത് ഭരണത്തിലായാലും ഉദ്യോഗസ്ഥന്മാർ, ചില ഉദ്യോഗസ്ഥന്മാർ പഠിച്ചിട്ടുള്ളത് തന്നെ നോ പറയാനാണ്. യെസ് പറയാൻ പഠിച്ച ഉദ്യോഗസ്ഥന്മാർ കുറവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ കോമയ്ക്ക് പ്രാധാന്യമുണ്ട്. പക്ഷെ അതൊക്കെ ഈ PWയുടെ പേപ്പറിലും ബാക്കി സർക്കാരിൻ്റെ പേപ്പറിലും ഒക്കെ അല്ല ഈ കോമയുടെ പ്രാധാന്യം ഈ ഉദ്യോഗസ്ഥന്മാരെ കാട്ടേണ്ടത്. മൊയ്തീൻ ചാപ്പാടി അധ്യക്ഷത വഹിച്ചു. MA നാസർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ഇപ്പോഴുണ്ടായ പ്രതിസന്ധിക്ക് കാരണം കേരള ഗവൺമെന്റ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹമായ വിഹിതം തരാത്തത് കൊണ്ട് കൂടിയാണ്. കാരണം GST സംവിധാനം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നികുതി കിട്ടുന്നില്ല.
അപ്പോൾ നമ്മുടെ കേരളം ഒരുപാട് നികുതികൾ കൊടുക്കുന്നുണ്ട്, റോഡ് ടാക്സ് ആയാലും ഒരുപാട് നികുതികൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ വിഹിതം കൃത്യമായി നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് വികസന കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. കേരളം കഴിഞ്ഞ 10 വർഷത്തിൽ അല്ലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PB ഷഫീഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ചെർക്കള, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹനീഫ പാറ, ജസീർ ചെങ്കള, സുനൈഫ് MAH, ഷെരീഫ് ബോസ്, റസാഖ് ബദിര, AK ഫൈസൽ പൊവൽ എന്നിവരും വിവിധ കരാർ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു. കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനവും സമ്മേളനത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹേമ കമ്മീഷനെ നിയമിച്ചതിന് സർക്കാരിനെ അഭിനന്ദിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദന ജാഥ നടത്തി. CITU നേതാവ് ബേബി ഷെട്ടി ജാഥ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മീഷൻ എന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച കേരള സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീയപ്പദവ് ചിഗുരുപ്പത്ത ജംഗ്ഷനിൽ അഭിനന്ദന ജാഥ നടത്തി. CITU ജില്ലാ നേതാവ് ബേബി ഷെട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച് കേരള സർക്കാർ സ്ത്രീപക്ഷ നിലപാടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് ഐറിൻ ജോസഫൈൻ അധ്യക്ഷയായി. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി S, മീജ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സരസ്വതി എന്നിവർ സംസാരിച്ചു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് പത്മജ കുല്ലൂർ, ചന്ദ്രാവതി, സുവാല തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഉദിനൂർ എടച്ചാക്കൈ AUP സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വളപ്പിൽ ശലഭോദ്യാനത്തോട് ചേർന്ന് കൃഷിയിറക്കിയ ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ നാട്ടുകാർക്ക് ആനന്ദകരമായ കാഴ്ചയായി മാറി. പള്ളിക്കര കൃഷിഭവനിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് ചെണ്ടുമല്ലി ചെടികൾ 2 മാസം കൊണ്ടാണ് വിളവെടുപ്പ് പാകമായത്. പടന്ന കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇക്കോ ക്ലബ്ബ് പൂക്കൃഷി ചെയ്തത്. മഴയിൽ കൃഷിക്ക് നാശം വരാതിരിക്കാൻ അധ്യാപികമാരായ K സൽമത്ത്, KN സീമ, K പ്രജിഷ എന്നിവർ അവധി ദിവസങ്ങളിലും സ്കൂളിലെത്തി പൂക്കൃഷി പരിപാലനത്തിൽ വിദ്യാർത്ഥികളെ സഹായിച്ചു. പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യം കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം തൊടിയിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ട് അതായിരിക്കണം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് പൂക്കളം ഒരുക്കേണ്ടത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. എന്തായാലും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലി പൂക്കൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കുട്ടികൾ ഇതിന് കൃത്യമായി പരിചരിച്ചുകൊണ്ട് എങ്ങനെ നല്ല പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടി പൂക്കളം ഒരുക്കാമെന്നുള്ള കൃത്യമായ പാഠം ഇതിലൂടെ കുട്ടികൾക്ക് നൽകാൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപകൻ EP വത്സരാജ് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് PP കപിൽ, സ്റ്റാഫ് സെക്രട്ടറി K രജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പൈവളികെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ജന്മി ഭൂപ്രഭുവർഗത്തിന്റെ അടിമത്വത്തിനും ചൂഷണത്തിനുമെതിരെ പൊരുതി പോരാടി ധീര രക്തസാക്ഷിത്വം വരിച്ച സുന്ദര ഷെട്ടി, മഹാബല ഷെട്ടി, ചെന്നപ്പ ഷെട്ടി എന്നിവരുടെ 66ാം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പൈവളികയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ബോളങ്ങളയിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ സഞ്ജീവ ഷെട്ടി കളായി പതാക ഉയർത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MPയുമായ PK ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അവകാശം ഉള്ള മനുഷ്യരാക്കി നമ്മുടെ നാടിന്റെ മനുഷ്യരെ മാറ്റിയ പാവപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ രംഗത്തും കൂട്ടുമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന രാവും പകലും തിരിച്ചറിയാതെ പണിയെടുക്കുന്ന മനുഷ്യർ, അടിമ സമാനമായി ജീവിച്ച ഒരു വലിയ ജനവിഭാഗത്തിന്റെ തടവും സംരക്ഷണവുമായിരുന്നു സഖാവേദിയെന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാളി ഹാരിസ് പൈവളികെ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ചന്ദ്രനായക് മന്നിപ്പാടി അധ്യക്ഷത വഹിച്ചു. KR ജയനന്ദ, അബ്ദുൾ റസാഖ് ചിപ്പാർ, ചന്ദ്രഹാസ ഷെട്ടി മാസ്റ്റർ, ബേബി ഷെട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഭാരതി S, ജയന്തി, അബ്ദുള്ള K തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരവൃക്ഷത്തിന്റെ നാടെന്ന ഖ്യാതിയുള്ള നാട്ടിൽ ലോക നാളികേര ദിനാചരണ ഭാഗമായി തെങ്ങ് കയറ്റ തൊഴിലാളികളെ ആദരിച്ച് കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് തൊഴിലാളികളെ ആദരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും ജനപ്രതിനിധിയായും സജീവമായിരുന്ന തെങ്ങുകയറ്റ തൊഴിലിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള കൈക്കോട്ടുകടവ് കണ്ണങ്കയിലെ KV അമ്പു തുടങ്ങി നാട്ടുകാരായ 5 തൊഴിലാളികളെയും അതിഥി തൊഴിലാളികളായ 2 പേരെയുമാണ് നാളികേര ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചത്. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് ഉദ്ഘാടനം ചെയ്തു. തെങ്ങിന്റെ ഓരോ ഭാഗവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗപ്രദമാണ്. നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഫലം എന്നുകൊണ്ട് ഫ്രൂട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓലയായി കഴിഞ്ഞാലും മടലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ തടിയായി കഴിഞ്ഞാലും എല്ലാം നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് ഉപകാരപ്രദം. KV ഗോപിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PP അബൂബക്കർ, സ്കൂൾ മാനേജർ PP അബ്ദുള്ള, മദർ PTA പ്രസിഡന്റ് K റഹീന, NSS പ്രോഗ്രാം ഓഫീസർ BK ബിജു പ്രമോദ്, KV അമ്പു, PP സത്യശീന എന്നിവർ പ്രസംഗിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലും കാസർഗോഡ് HNC ഹോസ്പിറ്റലും സംയുക്തമായി ട്രോമ എമർജൻസി കെയർ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗവും കാസർഗോഡ് ദേളിയിലെ HNC ഹോസ്പിറ്റലും സംയുക്തമായി ട്രോമ എമർജൻസി കെയർ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. എമർജൻസി മെഡിസിനിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സൽഫി PK ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. നമുക്കറിയില്ലല്ലോ BP ഉണ്ടോ ഇല്ലയോ അല്ലേ, ഹാർട്ട് അറ്റാക്ക് വന്നതാണെങ്കിൽ അപ്പോൾ ഈ കൈയുടെ ഇങ്ങനെ അമർത്തി നോക്കാം. ഇത് ഈ കൈ ഇങ്ങനെ അമർത്തുമ്പോൾ കളർ ചേഞ്ചസ് കാണും. തിരിച്ച് നോർമൽ പിങ്ക് കളറാവും അല്ലേ. അങ്ങനെ അതൊരു 3 സെക്കൻഡ്സിൽ താഴെയാണെങ്കിൽ പൾസ് ഗുഡാണ്, ഹാർട്ട് ബീറ്റ് ഗുഡാണ്, ഹാർട്ട് പമ്പിങ് ഓക്കെ ആണ്. HNC ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് പങ്കെടുത്തു. മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും CPR നൽകേണ്ട രീതി, തൊണ്ടയിൽ വസ്തുക്കൾ കുടുങ്ങി ശ്വാസതടസ്സം നേരിടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പക്ഷാഘാതം, അപസ്മാരം, തീപ്പൊള്ളൽ, വൈദ്യുതാഘാതം, വെള്ളത്തിൽ മുങ്ങൽ, പാമ്പുകടി, വിഷബാധ തുടങ്ങിയ സന്ദർഭങ്ങളിലെ ജീവൻ രക്ഷാ മാർഗങ്ങൾ, അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറ്റുപോയ ശരീരഭാഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി എന്നിവയെക്കുറിച്ച് പരിശീലനം നൽകി. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് കുട്ടികളിലെങ്ങനെ കൊടുക്കണം, വലിയാളിലെങ്ങനെ കൊടുക്കണം. അത് മാത്രമല്ല അവർ ചോദിക്കും. ഹോട്ടലിൽ പെട്ടെന്ന് മനുഷ്യനെ കൊണ്ടുപോയിരിക്കും, വീട്ടിൽ വിളിക്കും. കുട്ടികളെ പല ആസ്പെക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ചോക്കിങ്ങിന് അപ്പം എന്ത് ചെയ്യണം, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണം പരിശീലനം. അതൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. മെഡിക്കൽ മേഖല സ്റ്റാഫ് മാത്രമല്ല, എല്ലാവരും ഈ BLS അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളത്തടുക്ക നൂറുൽ ഇസ്ലാം മദ്രസ SKSBVയുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക് എക്സിബിഷനും ഹജ്ജ് എക്സ്പോയും സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നബിദിനത്തോടനുബന്ധിച്ച് പള്ളത്തടുക്ക നൂറുൽ ഇസ്ലാം മദ്രസ SKSBVയുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക് എക്സിബിഷനും ഹജ്ജ് എക്സ്പോയും സംഘടിപ്പിച്ചു. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ ദൃശ്യാവിഷ്കാരം, 2020 കേരളത്തിലെ മികച്ച മജീഷ്യൻ അവാർഡ് ജേതാവ് മജീദ് മൗലവിയും സംഘവും അവതരിപ്പിക്കുന്ന മാജിക് ഷോ, ഇസ്ലാമിക ചരിത്ര വിസ്മയം, സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയ പരിപാടികളും, അറബിക് കാലിഗ്രഫി, ലോകരാജ്യങ്ങളുടെ കറൻസികൾ, ഇന്ത്യൻ പഴയ കറൻസികളുടെ ശേഖരണം, പുരാവസ്തുക്കൾ എന്നിവയുടെ എക്സിബിഷനും കൂടാതെ ഹിജാമ ക്യാമ്പ്, മെഡിക്കൽ ലാബ് തുടങ്ങിയവയും നടന്നു.
നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്നൊക്കെ മൊബൈൽ അഡിക്ഷനിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്കോ ഗുരുനാഥന്മാർക്കോ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു, മൊബൈൽ അഡിക്ഷനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചത്. എന്നെ നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. എപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എത്ര ദിവസത്തെ പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാകും, അതിന്റെ പിന്നിലുള്ള അധ്വാനം എത്രയാണ്. അപ്പൊ അങ്ങനെയുള്ള പരിശീലനം കൊടുക്കുന്ന സമയത്തൊക്കെ കാമ എന്ന ഒരു അക്ഷരം ഉരിയാടാതെ ഇതുമായി സഹകരിച്ച ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ മറ്റ് മഹലുകളും മാതൃകയാക്കേണ്ട ഒരു ശ്ലാഘനീയമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ നോളജാണ് ആവശ്യം. ആ നോളജ് ഈ എക്സിബിഷനിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. AJM പള്ളത്തടുക്ക പ്രസിഡന്റ് ഹാജി ബദറുദ്ദീൻ താസിം അധ്യക്ഷത വഹിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ മാസ്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തി. കണ്ണിയത്ത് അക്കാദമി വൈസ് പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, SYS ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PS ഇബ്രാഹിം ഫൈസി, SKJM ബദിയടുക്ക റേഞ്ച് പ്രസിഡന്റ് സമസ്ത മുഷാവര അംഗം ഹംസത്തു സഅദി, ബദിയടുക്ക റേഞ്ച് മദ്രസ മാനേജ്മെന്റ് ട്രഷറർ ബേർക്ക അബ്ദുള്ള ഹാജി, മദ്രസ മാനേജ്മെന്റ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഷീദ് വെളിഞ്ചം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഹാഫിൾ ഇക്ബാൽ ബാഘവി സ്വാഗതവും SKSBV പള്ളത്തടുക്ക പ്രസിഡന്റ് അഫ്സൽ കൂളിക്കാനം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാലിൽ ആധുനിക സൗകര്യ സംവിധാനത്തോടെ നീന്തൽക്കുളം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദിഖ് റഹ്മാൻ നീന്തൽ വിദഗ്ധൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ ഈ വർഷത്തെ നീന്തൽ പരിശീലന സമാപന ചടങ്ങിലാണ് സിദ്ദിഖ് റഹ്മാൻ ആവശ്യമുന്നയിച്ചത്. മൊഗ്രാലിലെ നീന്തൽ വിദഗ്ധൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ ഈ വർഷത്തെ നീന്തൽ പരിശീലനം സമാപിച്ചു. 150-ലേറെ കുട്ടികളാണ് 2 മാസം കൊണ്ട് പരിശീലനം നേടിയത്. ഇതിൽ പകുതിയും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. മൊഗ്രാൽ ദേശീയവേദിയുടെ സജീവ പ്രവർത്തകനും ഇശൽ ഗ്രാമത്തിന്റെ കലാകാരനുമായ നീന്തൽ പരിശീലകൻ മുഹമ്മദ് കുഞ്ഞിയുടെ ഈ സൗജന്യ സേവനം 3 പതിറ്റാണ്ടിലേറെയായി തുടരുകയാണ്. ഇതിനോടകം 3500 കുട്ടികളെയാണ് MS മുഹമ്മദ് കുഞ്ഞി നീന്തൽ പഠിപ്പിച്ചത്. ഇതിൽ പകുതിയോളം കുട്ടികളും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ മുങ്ങിമരണങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് കുഞ്ഞിയുടെ നീന്തൽ പരിശീലനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദീഖ് റഹ്മാൻ പറഞ്ഞു. ഈ വർഷത്തെ നീന്തൽ പരിശീലന സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് കുഞ്ഞിക്ക് തുടർന്നും പരിശീലനം നൽകാൻ മൊഗ്രാലിൽ സംസ്ഥാന കായിക വകുപ്പും ത്രിതല പഞ്ചായത്തും കൈകോർത്ത് ആധുനിക സൗകര്യ സംവിധാനത്തോടെയുള്ള നീന്തൽക്കുളം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് സിദ്ദീഖ് റഹ്മാൻ ആവശ്യപ്പെട്ടു. മൊഗ്രാൽ സ്കൂളിലെ 2000-ഓളം കുട്ടികൾക്ക് ഇതിനകം മുഹമ്മദ് കുഞ്ഞിയിലൂടെ നീന്തൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും സിദ്ദീഖ് റഹ്മാൻ പറഞ്ഞു. ചടങ്ങിൽ കാസർഗോഡ് ദാറുൽ ഹിക്മ മദ്രസ അധ്യാപകൻ വസീം, ദേശീയവേദി ഗൾഫ് പ്രതിനിധി MGA റഹ്മാൻ, രക്ഷിതാക്കളായ അബ്ദുൾ സത്താർ നായിക്കാപ്പ്, അൻസാർ പെർവാട്, ഖാലിദ് മാട്ടംകുഴി, ഷെരീഫ് നായിക്കാപ്പ്, മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് മുൻ ക്യാപ്റ്റൻ HA ഖാലിദ്, സിറ്റിസൺ സ്പോർട്സ് ക്ലബ്ബ് ഗൾഫ് പ്രതിനിധി ശിഹാബ് കടവത്ത്, DYFI പ്രവർത്തകൻ BK സത്താർ, മൊഗ്രാൽ ദേശീയവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഖാദർ മൊഗ്രാൽ, മുഹമ്മദ് അബ്കോ, MA മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു. MS മുഹമ്മദ് കുഞ്ഞി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി K. ജെയിംസ് പ്രസിഡന്റായുള്ള 26-അംഗ കമ്മിറ്റി ചുമതലയേറ്റു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. PV സുരേഷ്, മധുസൂദനൻ ബാലൂർ, MM തോമസ്, സണ്ണി ഇലവുങ്കൽ, രാധാ സുകുമാരൻ, ജോസ് നാഗരോലി, അജീഷ് PD എന്നിവർ സംസാരിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട DCC അനുവദിച്ച ബുക്കുകൾ MC പ്രഭാകരൻ വിതരണം ചെയ്തു. MJ കുമാർ സ്വാഗതവും BD തോമസ് നന്ദിയും പറഞ്ഞു. മഞ്ഞംപൊതി റെസിഡൻസ് അസോസിയേഷൻ രൂപവൽക്കരണ യോഗം നടന്നു. മഞ്ഞംപൊതിക്കുന്നിൽ പ്രകൃതി സൗഹൃദ വികസന പദ്ധതികൾ നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. മാവുങ്കാൽ മഞ്ഞംപൊതിക്കുന്നിൽ പ്രകൃതി സൗഹൃദ വികസന പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് മഞ്ഞംപൊതി റെസിഡൻസ് അസോസിയേഷൻ രൂപവൽക്കരണ യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്തു. അത് അല്ലാതെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഈ ഒരു കൂട്ടായ്മയെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം. അവരോടൊപ്പം നിൽക്കാൻ, അവരുടെ ഇവിടെ ഇപ്പോൾ ഞാൻ കേട്ട ഭാഗത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്
പലപ്പോഴും നമ്മൾ രക്ഷിതാക്കളോട് പറയാറുണ്ട്, അവരെ കേൾക്കാനൊന്നും തയ്യാറാണ്. ഏറ്റവും ആദ്യം ആ കുട്ടികളെ ഒന്ന് കേൾക്കുക. നമ്മൾ 100 വേവലാതി കൊണ്ട് വരുമ്പോഴായിരിക്കും ഇല്ലേ ഡോക്ടർമാര് ദമ്പതികൾ ഡോക്ടർ മോള MBBS ചേർത്തു ബാംഗ്ലൂരിൽ. എല്ലാ അവധിക്കും കൂട്ടാൻ പോകുന്നത് ചെറുപ്പക്കാരനായ ഡ്രൈവർ. കെ രവീന്ദ്രൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് DVSP ബാബു പെരിങ്ങേത്ത്, വാർഡ് കൗൺസിലർ B സൗദാമിനി, വി രജനി, പി ദാമോദരൻ, മധു പൊന്നൻ, M വിനോദ്, B രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം നൽകി. ഭാരവാഹികളായി കെ രവീന്ദ്രനെ പ്രസിഡന്റായും മധു പൊന്നനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. M വിനോദ് സെക്രട്ടറിയായും T മുരളീധരൻ ജോയിന്റ് സെക്രട്ടറിയായും B രാമചന്ദ്രൻ ഖജാൻജിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിൽ. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെയാണ് കർണാടക പോലീസ് ട്രെയിൻ യാത്രയ്ക്കിടെ കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്തത്. കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്നും ഇനി ശീതള പാനീയവും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള മുളിയാറിലെ കാസർഗോഡ് കാഷ്യൂ എസ്റ്റേറ്റിൽ പുതുതായി നിർമ്മിച്ച യന്ത്രവൽകൃത ഫാക്ടറി കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങിയ മേഖലകളിലും സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ടാണ് ദേശീയപാത അതോറിറ്റിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് KCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. പുല്ലടുക്കത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷണം പോയി. മീനാക്ഷി ശ്രീധരന്റെ വീട്ടിലെ പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്ന 250ഓളം റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. പുകപ്പുര കത്തി നശിച്ച നിലയിൽ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം കാസർഗോട്ട് നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കമ്മീഷനെ നിയമിച്ചതിന് സർക്കാരിനെ അഭിനന്ദിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദന ജാഥ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.